ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാൻ ഇക്കായും എണീറ്റിട്ടുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കുഞ്ഞോളും എണീറ്റിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഇക്കായും കുഞ്ഞോളും കൂടെ നല്ല വർത്താനവും കളിയും ചിരിയും ഒക്കെ ആയിരിക്കും. കുഞ്ഞോളാണെങ്കിലും ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ചിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഉറക്കം ആളുടെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചിരിക്കത്തുമില്ല. അപ്പോൾ ഇന്നലെ ഇക്ക ഉള്ളതുകൊണ്ട് തന്നെ അതേ 3 പേരും കട്ടുമ്പോൾ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഇക്ക ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ എണീക്കുമ്പോഴാണ് ഇവരെവിടേക്കാണെന്ന് തന്നെ ഞാൻ അറിയണത്. 3 പേരും ഒന്നിച്ചിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുഞ്ഞോളെ കളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇക്ക അടുക്കളയിലേക്ക് വന്ന് തീ പിടിപ്പിക്കാനായിട്ടാണ്. അപ്പോൾ എനിക്ക് തീ പിടിപ്പിക്കാനായിട്ട് അത്ര എക്സ്പേർട്ടല്ല, ആരും ഇല്ലെങ്കിൽ മാത്രം ഞാൻ തീ പിടിപ്പിക്കാറുള്ളൂ, അല്ലെങ്കിൽ ഇക്കാനെയോ വാപ്പാനെ ഞാൻ ഏൽപ്പിക്കും. അപ്പോൾ ഇന്ന് പിള്ളേർക്ക് മദ്രസയുണ്ടെന്ന് ഞായറാഴ്ചയാണ് ഞാൻ ഒരു വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ അവർക്ക് 8 മണിക്ക് മദ്രസയുണ്ട്. അപ്പോൾ അതിന് മുന്നേ എണീറ്റ് കുളിച്ച് റെഡി ആവണം. പിള്ളേർക്കും വെള്ളം വയ്ക്കണം, കുളിക്കാനായിട്ട് വാപ്പാക്കും വെള്ളം വയ്ക്കണം കേട്ടോ. അപ്പോൾ അവർക്ക് 3 പേർക്കും വെള്ളം വെക്കാനുള്ളത് കൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ തീ പിടിപ്പിക്കും കേട്ടോ. അപ്പോൾ ഇക്ക അവിടെ തീ പിടിപ്പിക്കുകയാണ്. ഞാൻ അടുക്കളയിലേക്ക് വന്നേച്ചും നമ്മൾ ചെറുപയർ തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് കഴുകി നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലായിട്ടും ചെറുപയർ, കടല, പരിപ്പ്, പയർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞാൻ വീട്ടിൽ എപ്പോഴും തന്നെ കുക്ക് ചെയ്യാറുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റായിട്ട് പിള്ളേർക്ക് കൊടുക്കാറുണ്ട്. കാരണം എപ്പോഴും നമ്മൾ ബേക്കറി ഐറ്റംസും അങ്ങനെയുള്ള ആഹാരം മാത്രം കൊടുത്താൽ പോരല്ലോ, ഇതുപോലുള്ള ഐറ്റംസും നമ്മുടെ പിള്ളേർക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൽ ഇതൊക്കെ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ. ഞാൻ എണീറ്റ് വന്നപ്പോഴേക്കും വാപ്പ കട്ടൻ ചായ, അപ്പോൾ അതേപോലെ തന്നെ കട്ടൻ ചായയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടോ നമ്മുടെ പയർ വെച്ചു. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും വെള്ളമൊക്കെ ഒഴിച്ച് ഞാനത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കുതിർത്തിയതായതുകൊണ്ട് 2 വിസിൽ അടിച്ച് വെച്ചാൽ മതി, നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ചായ മധുരം ഇടാണ്. അപ്പോൾ വാപ്പ തിളപ്പിച്ച് വെച്ചിട്ടുള്ള മധുരം ഇട്ടിട്ടില്ല. അപ്പോൾ അത് ഞാൻ മധുരം ഇട്ട് ഞാൻ ഇക്കായും കൂടെ ചായ കുടിക്കാൻ കേട്ടോ. ഞങ്ങൾ അടുക്കളയിൽ ഇരുന്നിട്ട് തന്നെയാണ് ഞങ്ങൾ 2 പേരും കൂടെ ചായ കുടിക്കാറ്. ഞാൻ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ എണീക്കുമ്പോൾ നല്ല വിശപ്പായിരിക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഷുഗർ ഫ്രീ ആയിട്ടുള്ള ബിസ്ക്കറ്റ് എന്തെങ്കിലും ഞങ്ങൾ കഴിക്കാറുണ്ട്. ഇക്കായും കഴിക്കും കേട്ടോ. 1-2 ബിസ്ക്കറ്റ് കഴിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് ഇക്ക അതിങ്ങനെ വാട്സാപ്പിൽ നോക്കുവാണ്. ഇക്കാക്ക് ഒത്തിരി ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ക്രിക്കറ്റ് കളിയുടെ, ഫുട്ബോൾ കളിയുടെ, ടർഫ് കളി, അങ്ങനെ ഓഫീസിൽ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ ഗ്രൂപ്പുകൾ, അങ്ങനെ ഒത്തിരി ഗ്രൂപ്പുകളുണ്ട് നോക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ രാവിലെ അതൊക്കെ ഇരുന്ന് നോക്കും. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് വാട്സാപ്പിൽ നോക്കാനൊന്നുമില്ല. എനിക്ക് ആകെ 2 ഗ്രൂപ്പ് നോക്കാനുള്ളത് പിള്ളേരുടെ സ്കൂളിലാണ് കേട്ടോ. അല്ലാതെ ഗ്രൂപ്പുകളൊന്നും എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് നോക്കേണ്ട ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞോള് നമ്മളെ ഹാളിൽ പായൊക്കെ വിരിച്ച് അതിൽ കിടത്തിയേക്കണായിരുന്നു കേട്ടോ. വന്ന് നോക്കിയപ്പോൾ കുഞ്ഞോള് നേരത്തും നമ്മുടെ അയാൻ പായലാണ് കിടക്കുന്നത്. പിന്നെ അതേ സാലി എണീറ്റ് ദിവാങ്കോട്ട് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എണീപ്പിച്ചിട്ട് നിസ്കരിപ്പിക്കുകയൊക്കെ വേണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം അവർക്ക് എന്താ പറയുക കുളിച്ച് മദ്രസയിലൊക്കെ പോകാനായിട്ട്. ഞാൻ അടുക്കളയിൽ ഇരുന്ന് നമ്മുടെ കത്തിയൊക്കെ ഒന്ന് മൂർച്ച കൂട്ടാനായിട്ടാ. ഞാൻ ഇതിന് മുന്നേ പലതവണ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കത്തികളൊക്കെ എത്ര എണ്ണം വാങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ ഒരു നിശ്ചയമല്ല. കത്തി എത്ര എണ്ണം മേടിച്ചാലും ഈ പിള്ളേരെ എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലൊക്കെ ഇട്ട് വെട്ടിയിട്ട് അതിൻ്റെ വായത്തല കളയും കേട്ടോ. അവസാനം ഞാൻ എന്തെങ്കിലും അരിയോ പറക്കോ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ മൂർച്ച കൂട്ടിയിട്ടൊക്കെ വേണം എനിക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഞാൻ സവാളയൊക്കെ നന്നാക്കി എടുക്കുകയാണ്. കാരണം നമ്മുടെ ചെറുപയറവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് താളിക്കണം. ചെറിയുള്ളി തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ നമുക്ക് സമയമില്ലാത്തപ്പോഴൊക്കെ ഞാൻ ഇതുപോലെ സവാള, അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഒത്തിരി വില കൂടുന്ന സമയത്തൊക്കെ സവാള ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ചെറുപയറിലെ ഏറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കി. ഇനി നമുക്കിതിലേക്ക് വറവിടാം കേട്ടോ. അപ്പോൾ വറവിടാനായിട്ട് ഇതേ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. കടുക് പൊട്ടിക്കാണ്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോഴേക്കും ഞാൻ രാത്രി പുട്ടിനുള്ളതൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പുട്ടിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് ചിരകി എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ പുട്ടിനുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് തന്നെ ആവും. പിന്നെ രാവിലെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ രാത്രി തന്നെ പുട്ടിനൊക്കെ സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. ഇവിടെ നനച്ച പുട്ടൊന്നും ആർക്കും അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും പുട്ട് വാട്ടിയിട്ട് മിക്സിയിൽ കറക്കി എടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാവുമ്പോൾ പിള്ളേർക്കാണെങ്കിലും ഇവിടെ ഇക്കാക്കൊക്കെ അതാണ് ഇഷ്ടം, എനിക്കും അത് തന്നെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സവാള മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെറുപയർ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പുട്ടുണ്ടാക്കണം നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. വാപ്പാക്കും പോകണം, അതുപോലെ തന്നെ പിള്ളേർക്ക് 8 മണിയാകുമ്പോഴേക്കും മദ്രസയിൽ എത്തോ വേണം കേട്ടോ. അപ്പോൾ വാപ്പ കഴിക്കത്തില്ല, വാപ്പ ഒരു പാത്രത്തിലാക്കിയിട്ട് കൊണ്ടുപോകും. അപ്പോഴേക്കും ഇക്ക കടയിൽ പോയേക്കണായിരുന്നു. മല്ലിപ്പൊടി, പിന്നെ അതുപോലെ തന്നെ പാത്രം കഴിയണ സോപ്പ്, പച്ചമുളക്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ട് ഇക്ക കടയിൽ പോയേക്കണായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിന്ന് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള ചിക്കനും വാങ്ങിയിട്ട് വന്നു. എന്നിട്ട് ചിക്കനൊക്കെ വെള്ളത്തിലേക്ക് ഇടാണ്. അപ്പോൾ നമ്മളിന്ന് ചിക്കൻ വാങ്ങാമെന്ന് വിചാരിച്ചതെന്നാന്ന് വെച്ചാൽ നമ്മളങ്ങനെ സൺഡേ സ്പെഷ്യലായിട്ടൊന്നും അങ്ങനെ മേടിക്കലൊന്നുമില്ല കേട്ടോ.
നമുക്ക് കഴിക്കണം എന്ന് തോന്നി അത് ഏത് ദിവസമാണെങ്കിലും വാങ്ങും, അല്ലെങ്കിൽ വാങ്ങത്തൂല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതേ ഞാനിവിടെ അരി അടുപ്പത്തിടാൻ വേണ്ടിയിട്ട് ഇതേ ഇവിടെ നമ്മളുടെ അടുപ്പും തറയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്താ പറയുക, അടുപ്പിൻ്റെ തറയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അരി അടുപ്പത്തൂടെ ഇട്ടുകൂടെ, അതാണ് ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതെനിക്ക് അറിയാവുന്ന കാര്യമാണ്, കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ ചെയ്ത് കണ്ടേക്കണം, ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഞാനല്ല അരി അടുപ്പത്ത് ഇടാറ്, കാരണം നേരത്തെ എണീക്കുന്നത് വാപ്പായാണ്. അപ്പോൾ വാപ്പായ ആയിരിക്കും അരിയൊക്കെ ഇടുന്നത്, കാരണം പിള്ളേർ സ്കൂളിൽ പോകുമ്പോഴേക്കും ചോറ് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാപ്പായ ആയിരിക്കും വെള്ളം ചൂടാക്കണതും അരി അടുപ്പത്ത് ഇടുന്നതും ഒക്കെ. അപ്പോൾ ആ ആളോട് ഇനി ഞാൻ അവിടെ തുടച്ചിട്ടൊക്കെ ഇടണം എന്നൊക്കെ പറയൽ വലിയ റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഞാൻ എണീറ്റ് വരുന്ന കഴിയുമ്പോൾ ഞാനത് റെഡിയാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതേ ഇക്കപ്പോൾ വിളമ്പുന്നത് പിള്ളേർക്കാണ് കേട്ടോ. പിള്ളേർക്കുള്ള പുട്ടും പയറും പിന്നെ അതുപോലെ ചായയൊക്കെ വിളമ്പി ഇക്ക കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതേ പച്ചമുളകൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ഒരു ബോക്സിലാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പച്ചമുളക് ചീത്തയാവാറില്ല കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ചിക്കൻ കറിയിലേക്കുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ചിക്കൻ കറിക്കുള്ള സവാളയും കാര്യങ്ങളൊക്കെ നന്നാക്കി എടുക്കാം. അപ്പോൾ സവാള കരിഞ്ഞെടുക്കുന്നുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പിള്ളേർ ചായ കുടിക്കുന്നതാണ്. അതേ സാലിമ ഇരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ആൾക്ക് നാണാവാണ് കേട്ടോ, ആൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ കുഞ്ഞോളെ അവിടെ കിടത്തിയിട്ടുണ്ട്. കുഞ്ഞോൾ ഇടയ്ക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കിടന്നോളൂ കേട്ടോ. ചില സമയത്ത് കരച്ചിലെങ്കിൽ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെയും കൂടെ ഒന്നും ചെയ്യിക്കത്തില്ല കേട്ടോ. അപ്പോൾ അയാൻ ചായ കുടിച്ച് കഴിഞ്ഞ് അയാൻ വന്ന് നമ്മുടെ കുഞ്ഞോളുടെ അടുത്ത് കിടക്കുന്നുണ്ട്. അയാൻ പെട്ടെന്ന് ചായ കുടിച്ചോളും, സാലിമ അവിടെ ഇരുന്നോളൂ കേട്ടോ. നമ്മൾ പറഞ്ഞാൽ മാത്രമേ കുടിച്ച് തീർക്കത്തുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരം വരെ ആ ഇരിപ്പ് വഴി അവിടെ ഇരുന്നോളും. അപ്പോഴേക്കും നമ്മുടെ ചോറ് എന്താ പറയുക തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തലേന്നത്തെ ചോറ് കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തിളപ്പിച്ചതാണ്, കാരണം നമ്മളിന്ന് വേറെ അരി അടുപ്പത്ത് ഇടുന്നില്ല കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക, ചോറ് വടിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ തവണയാണെന്നോ ഈ പ്രഗ്നൻസിയിലാണെന്ന് തോന്നുന്നു ഇക്ക ചോറ് വടിക്കാൻ പഠിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും നാളും ഇക്ക ചോറ് വടിക്കത്തൊന്നുമില്ല, ഇക്കൊക്കെ പേടിയായിരുന്നു. പക്ഷേ ഈ തവണ എന്നെയും കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി. ഇപ്പം പിന്നെ നിവൃത്തിയില്ലാതെ ആൾ വടിക്കാനും പഠിച്ചു കേട്ടോ. അങ്ങനെ പിള്ളേർ ചാവടിക്കലേക്ക് കഴിഞ്ഞ് ഏകദേശം ഒരു 7:45 കഴിഞ്ഞപ്പോഴേക്കും മദ്രസയിലേക്ക് പോകാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അയാൻ വന്നിട്ട് എന്താ പറയുക, സലാമൊക്കെ പറഞ്ഞ് നമുക്ക് ഉമ്മൊക്കെ തന്നിട്ട് പോകും. സലാമൊക്കെ പറയും, പക്ഷേ ആൾക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഉമ്മൊക്കെ തരാനായിട്ട്, നാണാണ്. പക്ഷെ നമ്മൾ ഉമ്മ വെക്കണം അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ചെറുപ്പത്തിലെ പിള്ളേരെ അതൊക്കെ ശീലിപ്പിച്ചാലാണ് അവർ നമുക്ക് ഉമ്മൻ തരുകയൊക്കെ ചെയ്യത്തുള്ളൂ. നമ്മൾ വലുതാകുമ്പോൾ അവർ നമ്മുടെ അടുത്തുനിന്ന് വന്നിരുന്നെങ്കിൽ കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ കുഞ്ഞിലേ ഇതൊക്കെ ശീലിപ്പിച്ചാലാണ് കേട്ടോ പിള്ളേർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞോള് ഹാലിളകി തുടങ്ങി കേട്ടോ. കുറച്ച് നേരം ഞാൻ എടുത്ത് പൊന്നാരിക്കൊക്കെ ചെയ്ത് ആൾ ഒന്ന് സെറ്റാക്കിയിട്ട് അവിടെ കെടുത്തിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിക്കായും കൂടെ ചാവടിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് തന്നെയാണ് ചാവടിക്കാറുള്ളത് കേട്ടോ. അത്രയ്ക്ക് എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ പിള്ളേരെയും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഫാമിലി മൊത്തം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള കുറച്ച് ശീലങ്ങളൊക്കെ അതൊക്കെ നമ്മൾ ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിലും ഇങ്ങനെ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ കുഞ്ഞിലെ മുതൽ വാപ്പിച്ചും ഉമ്മച്ചിയും എന്താ പറയുക ഞാനും ഒക്കെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചിട്ടുള്ളൊരു ശീലമാണ് എൻ്റെ വീട്ടിലും ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ മുഹമ്മദ് ആണെങ്കിൽ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ആൾ നേരത്തെ എണീറ്റ് ഇതേ പല്ല് തേപ്പും കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞു. എന്നിട്ട് ഇതേക്ക് ചായ കൊടുക്കായിരുന്നു, പുട്ടും പയറൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആൾ ഇതേ കൈ കഴുകാൻ പോയി തിരിച്ചു വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സ്വന്തമായിട്ട് ശീലിച്ചേക്കണ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒന്നാമത് ആൾ ചെറുതായിരുന്നപ്പോഴേ ഞാൻ ആകെ ഛർദ്ദിച്ചും പ്രഗ്നൻ്റൊക്കെ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പകുതി കാര്യങ്ങൾ ആൾ തന്നെ ചെയ്യാനൊക്കെ ആയിട്ട് ശീലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതേ ഇക്കന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് കളിക്കാൻ പോകും. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ആൾ കേട്ടോ. ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് തന്നെ വന്ന് നമ്മുടെ കുഞ്ഞോളവിടെ എടുത്തി ഉറക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ ചിക്കൻ കറിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കി ചതച്ചെടുക്കണതാണ്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ചട്ടി പുതിയതായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചട്ടി മേടിച്ചിട്ട് അധികം നാൾ വാഴണില്ല കേട്ടോ. കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോഴേക്കും അതിൻ്റെ അടി പൊട്ടി പോകാൻ കേട്ടോ. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ എന്താ പറയുക കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വയ്ക്കും, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് ചട്ടി വാങ്ങിയതിന് ശേഷം. പക്ഷേ റെഡി ആവുന്നില്ല. ഇനി ചട്ടി കൊള്ളില്ലാത്തതുകൊണ്ടാണോന്നും അറിയത്തില്ല കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ ഒത്തിരി നാളായ ചട്ടികളാണ്, പക്ഷേ അതിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഏതായാലും പുതിയ ചട്ടി ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് സവാളയൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ചട്ടിയിലൊരു പ്രത്യേകതയുണ്ട്, ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ കറി പെട്ടെന്ന് റെഡി ആവും കേട്ടോ. ചിക്കൻ കറിയൊക്കെ ആണെങ്കിലും മറ്റുള്ളതിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ സ്പീഡിൽ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുട്ടിപ്പട്ടാളം മദ്രസയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഇന്ന് അവർക്ക് മദ്രസയിൽ ചോറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ആളിതേ ചോറും കൊണ്ട് വന്നേക്കാണ്. ബാഗ് എടുത്ത് വെക്കാൻ സമയമില്ല, തൊപ്പി വരെ ഊരിയിട്ടില്ല കേട്ടോ. അപ്പോൾ വന്ന പാടെ എന്താ പറയുക എന്താണെന്ന് അറിയാൻ വേണ്ടി
തേങ്ങാച്ചോറാണോ നെയ്ച്ചാറാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് തുറന്ന് നോക്കണത് കേട്ടോ. പിന്നെ ഒരു രീതിയിൽ ഒച്ചെടുത്തതിന് ശേഷം പോയി കൈ കഴുകിയിട്ട് ആൾ വന്നു കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളത് എന്നിട്ടും എടുത്ത് വെച്ചിട്ടില്ല. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പൊക്കോളാം എന്നാണ് പറയണത്. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ, ചെയ്തിട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പ്ലേറ്റ് എടുത്ത് കൊടുത്തു. അപ്പോൾ ഇന്ന് നെയ്ച്ചോറും ചിക്കനും ആയിരുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടെ ഓരോ ഉരുള വാരി എന്താ പറയുക വായിലിട്ട് ടേസ്റ്റൊക്കെ നോക്കിട്ടോ. പിന്നെ അവൻ പോയി ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മുഹമ്മദിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ അടുക്കളയിൽ ഇരുന്ന് തന്നെ കഴിച്ചു, കാരണം എന്തായാലും ഹാളിൽ ആകെ നിരത്തും. അപ്പോൾ പിന്നെ എനിക്ക് അടിച്ചു വരാൻ എന്തായാലും എളുപ്പം അടുക്കള തന്നെയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അടുക്കളയിൽ ഇരുന്ന് ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ. പിന്നെ അവരുടെ ചോറിൽ നിന്ന് ഒരു പങ്ക് എനിക്കും തരും കേട്ടോ. കുറച്ച് എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്, പ്രത്യേകിച്ച് നെയ്ച്ചോറാണെങ്കിൽ എന്തായാലും എനിക്ക് തരും കേട്ടോ. തേങ്ങാച്ചോറാണെങ്കിൽ അത്രയും നിർബന്ധിക്കാറില്ല. എന്നിട്ട് ഞാനും കുറച്ച് കഴിച്ചു. അതിലേക്ക് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറി വന്നപ്പോഴേക്കും അതിലേക്ക് പച്ചമുളക് കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി എരിവിന് ആവശ്യമായിട്ടുള്ളത്, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല, ഇത്രയും പൊടികളാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അയാനും മുഹമ്മദും എന്താ പറയുക ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ എണീറ്റ് പോയതിൻ്റെ പുറകെ അവിടെ ഒരു മൂല മുതൽ അങ്ങ് ചോറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ അടുക്കളയിലിരുന്ന് കഴിച്ചോളാൻ പറഞ്ഞത്. ഇതാവുമ്പോൾ എന്തായാലും അടുക്കള എനിക്ക് ക്ലീൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം 2 പണി കൂടെ നടന്നോളൂല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അതേ ഞാൻ കുറച്ച് പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുവരെ എന്താ പറയുക ഞാൻ തേങ്ങാച്ചോറിൻ്റെ കാര്യം പറഞ്ഞില്ല അല്ലേ. അപ്പോൾ നമുക്ക് തലേന്ന് രാത്രി ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഇക്കടെ മൂത്താപ്പയുടെ മകൻ്റെ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ പോയപ്പോൾ വാപ്പ ഓൾറെഡി വണ്ടിയിൽ നിന്ന് വീണിരിക്കുന്നതുകൊണ്ട് തന്നെ വാപ്പ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മൂത്താപ്പ നമുക്ക് കുറച്ച് എന്താ പറയുക ചോറൊക്കെ തന്നിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, തേങ്ങാച്ചോറ്. അപ്പോൾ ഒത്തിരി ചോറുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേന്നത്തേക്ക് ആ തേങ്ങാച്ചോറ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രാവിലെ അരി അടുപ്പത്ത് ഇടാതിരുന്നതും പിന്നെ ചിക്കൻ വാങ്ങിയതും. തേങ്ങാച്ചോറാവുമ്പോൾ കുറച്ച് ചിക്കനൊന്നും ഇല്ലാതെ എങ്ങനെ കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിക്കൻ വാങ്ങിപ്പിച്ചത്. അപ്പോൾ തേങ്ങാച്ചോറ് നമുക്ക് ചൂടാക്കാനുണ്ട് കേട്ടോ. അത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടില്ല. അപ്പോഴേക്കും ഞാൻ നമ്മുടെ അയാനോട് പറഞ്ഞു എന്താ പറയുക ചോറാകെ നിരത്തിയിട്ടേക്കണം, ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാൻ പറഞ്ഞു കേട്ടോ. എന്താണോ ഇന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ അയാൻ അവിടെ തുടച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പറഞ്ഞ് നമ്മൾ തോക്കും. എന്നാലും അയാൻ ഭയങ്കര മടിയാണ് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അന്ന് ചില സമയത്ത് ആൾ നല്ല ക്ലീനായിട്ട് ചെയ്ത് സഹായിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യും കേട്ടോ. ഒരു പ്രത്യേക സ്വഭാവമാണ് ആൾക്ക്. അപ്പോൾ ഞാൻ കുറച്ച് സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ കുറച്ച് സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തൊന്ന് തിരുമ്മി കുറച്ച് പച്ചമുളകൊക്കെ ഇട്ടിട്ട് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് തിരുമ്മിയതിന് ശേഷം കേട്ടോ പച്ചമുളക് ഇട്ട് കൊടുക്കുകയുള്ളൂ. കാരണം എൻ്റെ കൈ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് പുകച്ചിലുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ടിട്ട് തിരുമ്മി കൊടുക്കാറില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ കഴുകിയ വെള്ളം അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കൊണ്ടുവന്നിട്ട് ഞാൻ കറിവേപ്പിന് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഞാൻ വീട്ടിൽ കറിവേപ്പ് നടുന്നതാണ്, പക്ഷെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഉമ്മ വന്നിട്ടാണെങ്കിലും കുറേ പിടിപ്പിക്കാനൊക്കെ നോക്കി, പക്ഷെ നടക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവസാനം നമുക്ക് പിടിച്ച് കിട്ടിയേക്കുന്ന ഒരു കറിവേപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ എന്താ പറയുക, നമ്മൾ ചിക്കൻ കഴുകുന്ന വെള്ളം, ബീഫ് കഴുകുന്നത്, മീൻ കഴുകുന്ന വെള്ളമൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ട് ഒഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു ബെനിഫിറ്റ് ആ ഒരു കറിവേപ്പിന് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. മഴ ഇപ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് നമ്മുടെ തേങ്ങാച്ചോറ് ഫ്രിഡ്ജിൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെടുത്തിട്ട് ഞാൻ ഇഡ്ഡലി ചെമ്പിലൊന്ന് ആവി കയറ്റി എടുക്കാനായിട്ടാ. ശരിക്കും നമുക്ക് കുക്കറിലിട്ടിട്ടും ഇത് ചൂടാക്കി എടുക്കാം. കുക്കറിൽ നമുക്ക് തേങ്ങാച്ചോറ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടുകയൊക്കെ ചെയ്യും. പിന്നെ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവി കയറ്റണമെന്നുള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ ആവി കയറ്റുമ്പോൾ തേങ്ങാപ്പാലും അതൊക്കെ അങ്ങ് ഉരുകി താഴോട്ട് പോകും ആ വെള്ളത്തിലേക്ക്. പക്ഷേ ഇത് അങ്ങനെ അധികം തേങ്ങാപ്പാലൊന്നും ഉപയോഗിച്ചിട്ടുണ്ടാക്കണമല്ലോ. കല്യാണ വീടുകളിലൊക്കെ അത്യാവശ്യം ഡാൽഡയും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചിക്കൻ നമ്മൾ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മളത് വേവിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ചിക്കൻ കറി അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചട്ടിയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവുമല്ലോ, ഞാൻ പറഞ്ഞില്ലായിരുന്നു, പെട്ടെന്നായി കിട്ടും കേട്ടോ. നമുക്ക് സമയം ഒരുപാട് വേണ്ട. പിന്നെ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ കറി ഉണ്ടാക്കാനായിട്ട്. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കറി വെള്ളം ഒഴിച്ച് കൊടുത്തേച്ചാൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് ഇച്ചിരി ഗ്രേവി വേണം, കാരണം വീട്ടിലെ ആൾക്കാരും കൂടുതലല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റോസ്റ്റ് വാരിയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാതിരിക്കണമായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അങ്ങനെ അത് അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ചോറ് അവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നു. കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടക്കള ഒന്ന് ക്ലീൻ ആക്കണം. കാരണം നമ്മൾ എന്താ പറയുക ഒരറ്റ മുതലങ്ങ് നിരത്തിയിട്ടുണ്ടാകും ഓരോ സാധനങ്ങളും. അപ്പോൾ അതൊക്കെ ഒന്ന് അടക്കി പെറുക്കി നമ്മുടെ പാത്രങ്ങളൊക്കെ സിങ്കി കൊണ്ടുപോയിട്ടിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടക്കളയും ക്ലീൻ ആയിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കറിയുടെ ലാസ്റ്റ് ലുക്ക് കേട്ടോ. നല്ല അടിപൊളിയായിട്ടില്ലേ, നല്ല കളറും കാണാനും കഴിക്കാനും ടേസ്റ്റായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതേക്ക് കുറച്ച് പരിപ്പ് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉഴുന്ന് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു കുപ്പിയിൽ ഇങ്ങനെ പൊട്ടിച്ചിടാമെന്ന് വിചാരിച്ചു ഞാൻ.
അങ്ങനെ നമ്മൾ ഏകദേശം ജോലികളൊക്കെ കഴിഞ്ഞു. അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു, അടിച്ചു വാരി, അങ്ങനെയുള്ള ജോലികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതേ എന്ത് ക്ലീൻ ആയല്ലേ, കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും പഴയ പോലെ ആവും. പിന്നെ അതേ ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കൊണ്ടുവന്ന് സിങ്കിലിട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ഒരു ടാസ്ക് എന്ന് പറയുന്നത് പാത്രം കഴുകൽ തന്നെയാണ്. അത് രാവിലെ ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോഴും കഴിച്ച് കഴിയുമ്പോഴും പിന്നെ ഉച്ചത്തേക്ക് ഉണ്ടാക്കുമ്പോഴും അത് കഴിച്ച് കഴിയുമ്പോഴും വൈകുന്നേരം ഉണ്ടാക്കലും അത് കഴിച്ച് കഴിയലും രാത്രിത്തേക്ക് കഴിച്ച് കഴിയലൊക്കെ കൂടി കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാത്രം കഴുകാനായിട്ട് ഞാൻ എപ്പോഴും വീട്ടിൽ പറയുന്ന ഒരു കാര്യമാണ്. പുറത്തെവിടെയെങ്കിലും പോയി പാത്രം കഴുകി കൊടുക്കാറുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കായിരുന്നു. അതുപോലെ പാത്രം നമുക്ക് ഡെയിലി കഴുകാനുണ്ടാവും. എല്ലാ വീട്ടമ്മമാർക്കും എനിക്ക് തോന്നുന്നു ഈ എന്താ പറയുക, ഈ പാത്രം കഴുകലൊക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും കേട്ടോ. പക്ഷെ ചെയ്യാതെ നമുക്ക് നിവർത്തിയില്ലല്ലോ, വേറെ ആരുമില്ല നമുക്ക് വീട്ടിൽ ചെയ്യാനായിട്ട്, നമ്മൾ തന്നെ ചെയ്യുക. അതിൽ നമ്മളൊരു സന്തോഷമൊക്കെ കണ്ടെത്താം, അല്ലാതെ വേറെ നിവർത്തിയില്ല നമുക്ക്. അങ്ങനെ ആ ഒരു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ചോറ് വിളമ്പി എടുക്കുകയാണ്. ഇത് വാപ്പാക്ക് കൊടുത്ത് വിടാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ വാപ്പ വീട്ടിൽ വന്നാണ് കഴിക്കാറ്. ഇപ്പോൾ പരമാവധി നമ്മൾ വാപ്പാനെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ 2 പ്രാവശ്യമായി വാപ്പ ആക്സിഡൻ്റ് ആയേക്കണം വണ്ടിയിൽ നിന്ന്. അത്യാവശ്യം നന്നായിട്ട് തന്നെ വാപ്പാക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും നമ്മുടെ മുഹമ്മദ് മൂലമാണ്. കാരണം അവൻ ആക്സിലേറ്റർ തിരിച്ചിട്ടാണ് 2 ആക്സിഡൻറ്റ് സംഭവിച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വാപ്പാനെ ഇപ്പോൾ വീട്ടിലേക്ക് വരുത്താറില്ല. നമ്മൾ ചോറ് അങ്ങോട്ട് ഒന്നല്ലെങ്കിൽ ഇക്കായോ അനിയനോ ആരെങ്കിലും കൊണ്ട് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അയാന് മദ്രസയിലെ പ്രോഗ്രാം പ്രാക്ടീസ് ഉണ്ട്. ഫ്ലവർ ഷോക്കൊക്കെ കൂടിയിട്ടുണ്ട്. ഇനി കളിക്കോ ഇല്ലെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഫ്ലവർ ഷോക്ക് പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ അത് കാരണം അവന് ഓട്ടോ വിട്ടിട്ടുണ്ട് പോകാനായിട്ട്. അപ്പോൾ അവൻ്റെ കയ്യിൽ ഞാൻ ചോറും കറിയും എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു വിട്ടു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പുണ്ടല്ലോ അതൊന്ന് താളിക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ചീഞ്ചട്ടി അടുപ്പത്തേക്ക് വച്ചേച്ചും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കടുകും പൊട്ടിച്ച് പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ വേവിച്ച സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഞാൻ ആ വേവിക്കുന്ന സമയത്ത് തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കലാണ് കേട്ടോ പതിവ്. അതും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പരിപ്പും കൂടെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. ഞാൻ ഓൾറെഡി പരിപ്പ് വേവിച്ചിട്ടുള്ളത് സവാളയും അതുപോലെ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി അതൊന്ന് തിളച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. കുറച്ച് ലൂസിനാക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്, കാരണം ഇരിക്കും തോറും പരിപ്പ് കുറുകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇക്കതേ ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞ് അവശതയാൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ കുറച്ച് തൈര് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സാലഡ് ഉണ്ടാക്കാനായിട്ട് തൈര് ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്ത് സാധനം തീരുമ്പോഴാട്ടോ ഞാൻ ഓർക്കത്തുള്ളൂ, അപ്പോഴാണ് ഞാൻ വിളിച്ച് പറയുള്ളൂ. അപ്പോൾ അതേ ഇക്ക അവിടെ ഇരുന്നിട്ട് ഷൂ ഒക്കെ ഊരിനെയാണ്. ആ സമയം കൊണ്ട് നമ്മുടെ സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ഉപ്പൊക്കെ തിരുമ്മി വെച്ചേക്കണോണ്ട് തന്നെ. അപ്പോൾ ഇവിടെ തൈരാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ തൈരൊന്നും അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് വിനാഗിരി ആയിരുന്നു ഇഷ്ടം. പക്ഷേ ഇവിടെ വന്നപ്പോൾ കൂടുതലും നമ്മൾ തൈര് കഴിക്കാൻ തുടങ്ങിയതുകൊണ്ട് ഇപ്പോൾ എനിക്കും ഇഷ്ടമൊക്കെയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ആവശ്യത്തിന് നമ്മുടെ സാലഡിലേക്ക് മിക്സ് ചെയ്ത് അത് അവിടെ മാറ്റി വെച്ചു. ബാലൻസ് ഉള്ളത് ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കും ഇക്കാക്കൊക്കെ ചോറ് ഞാൻ വിളമ്പാണ്. അപ്പോൾ ഇക്ക തേങ്ങാച്ചോറ് ആയതുകൊണ്ട് തന്നെ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അതുമല്ല കളിയൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ നല്ല വിശപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എനിക്കും ഇക്കാക്കും വേണ്ടിയിട്ട് വിളമ്പാണ്. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ പിള്ളേർ ഓൾറെഡി നെയ്ച്ചോറ് കൊണ്ടുവന്നത് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ സാലിക്ക് കുറച്ച് കഴിക്കാനായിട്ട് ആഗ്രഹം, അപ്പോൾ വാരി കൊടുക്കുമെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വാരിയൊക്കെ കൊടുത്തു. ആൾക്ക് വാരി കൊടുക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കണപ്പോൾ ആൾക്ക് നാണമാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അതേ നമ്മുടെ പൂച്ചപ്പട്ടാളം നമ്മളെ നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പൂച്ച മാത്രമല്ല കാക്ക, കോഴി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ തലേന്നത്തെ കുറച്ച് മീൻകറി ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് ചോറിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ അവർക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു നീണ്ട റെസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് നമസ്കാരവും അങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വൈകുന്നേരം ഫുള്ള് നമുക്ക് അങ്ങനെ പോയി. അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം സന്ധ്യ ഇപ്പോൾ നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. ഇക്കട മൂത്താപ്പട മകൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വിവാഹം നടന്ന ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്, പല്ലാരിമംഗലം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം കേട്ടോ. അപ്പോൾ നമ്മുടെ കാറില്ലാത്ത കാര്യം ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 പ്രാവശ്യമായിട്ടാണ് ഇക്ക കൊണ്ടുവന്നാക്കിയത്. പിന്നെ ഓട്ടോ വിളിക്കാനും കാർ എടുക്കാനുള്ള ദൂരമൊന്നുമില്ല, തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ ബൈക്കിൽ തന്നെ എന്നെയും കൊച്ചിനെയും അയാനും ആദ്യം തന്നെ ഹാളിലേക്ക് കൊണ്ടുവന്നാക്കി ഇക്ക. അതിനുശേഷം പോയിട്ട് സാലിനെയും കുഞ്ഞു കൊച്ചിനെയും എടുത്തിട്ട് വരാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതുവരെ ഞാനും അയാനും കൂടെ അവരെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കണതാണ്. അപ്പോൾ അവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ലൈറ്റ് ഉണ്ടായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റ് ആണോ അതോ ഓഡിറ്റോറിയത്തിൽ ലൈറ്റ് ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആ ലൈറ്റിൻ്റെ വെട്ടത്തിൽ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു താറുണ്ടായിരുന്നു റെഡ് കളറ്. അപ്പോൾ അയാൻ അവിടെ വെച്ചിട്ട് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. ഏതായാലും നമ്മളെയും കൊണ്ട് അത് വാങ്ങി ഫോട്ടോ എടുക്കൽ
പോലീസിൽ നടപടിയുള്ള കേസല്ല. അപ്പോൾ വണ്ടി ആരുടെയാണെന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇക്ക വന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതേ ഓഡിറ്റോറിയത്തിലേക്ക് അങ്ങ് കയറാണ്. അപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു, അത് ഞാനും മൂത്താളും കൂടെ ഓരോ ഗ്ലാസ് മേടിച്ച് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കയറി. കാരണം അപ്പോഴേക്കും മൂത്താപ്പ പറഞ്ഞു വേഗം ചെല്ല്, സമയം ഒരുപാടായി എന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയിട്ടോ. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു. എല്ലാവരും വന്ന് ഫുഡൊക്കെ കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചെന്ന് ഫുഡ് കഴിക്കാനായിട്ടാണ് ഇരുന്നത്. അത് കഴിഞ്ഞിട്ട് ചെറുക്കനെയും പെണ്ണിനെയൊക്കെ കാണാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് തന്നെ ആയിരുന്നു കേട്ടോ നല്ലത്, അല്ലെങ്കിൽ ഫുഡ് കഴിക്കലും ഉണ്ടാവില്ലായിരുന്നു. നേരെ ചെന്നു. അവിടെ നെയ്ച്ചോറുണ്ടായിരുന്നു, പിന്നെ ബീഫ് ഉണ്ടായിരുന്നു, ബിരിയാണി ആയിരുന്നു തോന്നുന്നു, ബീഫ് ബിരിയാണി ആയിരുന്നു തോന്നുന്നു. പക്ഷെ എനിക്ക് പീസൊന്നും അന്നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ഞാൻ വാങ്ങിയില്ല. ഞാൻ എന്തൊക്കെയോ ബീഫ് കറിയോ എന്തൊക്കെയോ എടുത്തിട്ട് പോയി കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈയും സാലഡും അതുപോലെ തന്നെ പുളിയിഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കൂട്ടി നമ്മൾ കഴിക്കണതാണ്. ഏകദേശം എല്ലാവരും തന്നെ ഫുഡൊക്കെ കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുഞ്ഞോളം ഉറങ്ങാറുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മൾ അപ്പുറത്ത് തൊട്ടടുത്തുള്ള ടേബിളിൽ കിടത്തിയിട്ട് ഫുഡ് കഴിക്കാനായിട്ടോ. അപ്പോൾ ഉറങ്ങാണ്. പിന്നെ ഇക്ക കൈ പിടിച്ചിട്ടുണ്ട് ആളെ. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ഫുഡ് കഴിച്ചു. പക്ഷേ ഫുഡൊക്കെ ഭയങ്കരമായിട്ട് തണുത്ത് പോയതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ നമുക്കായിട്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഭയങ്കരമായിട്ട് ലൈറ്റായിട്ട് ചെന്ന കാരണം ഫുഡ് ഭയങ്കരമായിട്ട് തണുത്തൊക്കെ പോയി നമുക്ക് കഴിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതാണ് മൂത്താപ്പയുടെ ഫാമിലി. ചെറുക്കനാണ് ബ്ലാക്ക് കളർ ഇട്ടിട്ടുള്ള ഡ്രസ്സ് ഇട്ടേക്കുന്നത്. പിന്നെ മൂത്തുമ്മായും പിന്നെ ഇളയാളും ഇളയ മകനും അതുപോലെ തന്നെ പെങ്ങളുമാണ് കേട്ടോ ഉള്ളത്. റെഡ് കളർ സാരിയാണ് പെങ്ങൾ. അങ്ങനെ അതേ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മുടെ ഫോണിൽ അങ്ങ് എടുക്കണതാണ് കേട്ടോ. അതായത് നമ്മുടെ കുഞ്ഞോള് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അയാൻ്റെ കൈ കൊടുത്തേക്കണതാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞോളുടെ ആദ്യത്തെ ഗിഫ്റ്റാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഏതായാലും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുഞ്ഞോൾക്കാണെങ്കിലും നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അയൽവാസിയായിട്ടുണ്ടായിരുന്ന സജിത എന്ന് പറഞ്ഞ ചേച്ചി നമ്മുടെ കുഞ്ഞോൾക്ക് ആദ്യമായിട്ട് കൊടുത്ത ഉടുപ്പാണ് ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ അന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മക്കളുടെയൊക്കെ ഫോട്ടോസും ഇക്കയുടെ ഫോട്ടോസും കൊച്ചിനെ പിടിച്ചിട്ടുള്ള കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം തന്നെയായി. അങ്ങനെ നമ്മളിതേ ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകാനിറങ്ങി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ അവിടെ ഐസ്ക്രീമൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പിള്ളേർ സമ്മതിക്കും ഐസ്ക്രീം കിട്ടാതെ. അപ്പോൾ നമ്മുടെ സൈഫാൻ ഭയങ്കരമായിട്ട് കരച്ചിൽ തുടങ്ങി. പിന്നെ ഇക്ക പറഞ്ഞു നമുക്ക് മിഠായി മേടിക്കാം എന്നൊക്കെ പറഞ്ഞു. പോകുന്ന വഴിക്ക് കുറച്ച് കാഡ്ബറിയുടെ മിഠായി വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും മിഠായി മേടിക്കുമ്പോൾ ഒരെണ്ണം ഇക്ക എനിക്ക് മേടിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് ഹാർട്ട് കമൻറ്റ് ആക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത വ്ളോഗിലൂടെ നമുക്ക് വിശേഷങ്ങളൊക്കെ വീണ്ടും അറിയാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.